കനക ആ തെരുവ് പറമ്പിലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തല്ലാന്ന് പറഞ്ഞിട്ടേ മെമ്പർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഏയുടെ അടുത്ത്. ഇന്ന് ശരിയാക്കണമെന്നാ പറയണം. അവനോടൊക്കെ പോവാൻ പറ. ഇഷ്ടം പറയുമ്പോഴൊക്കെ അങ്ങ് ചെന്ന് ശരിയാക്കാൻ. ശരിയാക്കണോ അല്ലെ ആകെ പ്രശ്നം ഉണ്ടാകും. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. വേറെയും പണികളുണ്ടല്ലോ. വൈകുന്നേരത്തെ അവർക്ക് കത്തിയാ പോരെ? കത്തിയാ മതി, വൈകിട്ട് കത്തണത്. അപ്പോഴേക്ക് നമുക്ക് കത്തിക്കാം. ഈ ട്യൂബൊക്കെ പോയിരിക്കേണ്ട, കുറച്ച് ട്യൂബ് എടുക്കണേ സ്റ്റോർ ചെയ്യുന്നു. ഇത് എല്ലാം പോയതാണ്. ഹലോ, അതെ KCB എങ്ങനെയാണ്? എന്താ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളുടെ പേരെന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങളെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. അഭയനോ? ഏത് അഭയൻ? 10ാം ക്ലാസ്സില് നമ്മൾ ഒരുമിച്ച് അയ്യോ, ആ അഭയനാണോ? എടേ, നീ ഗൾഫിലല്ലേ? എന്ന് വന്നു? എന്നാ നീ ഒരു കാര്യം ഇങ്ങോട്ട് പോരെ, ഞാനിവിടെ ഓഫീസിലുണ്ട്. വീട്ടിലേക്ക് പോയോ? ശരി ശരി, ഞാൻ വരാം. ഓക്കെ. ആകെ പ്രശ്നമായി. എന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ലത് നിങ്ങള് വരാൻ പറ. നല്ലതൊന്നുമല്ല. അവ എന്നെ കാണാനെന്നുള്ള വ്യാജേന എന്റെ അളിയനെ കാണാൻ വേണ്ടി വരുന്നതാണ്. എന്താ കാര്യം? എടാ, അവര് തമ്മിൽ ചെറുപ്പത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി വരിക എന്നുള്ളത് എനിക്ക് അന്നാ വിട്ട് വേണോ? അത് 2 കിട്ടട്ടെ. അവണ്ട് ക്ലീറ്റസിന്റെ അല്ലേ? ക്ലീറ്റസ് കിട്ടട്ടെ 2. നീ ഇടപെടണ്ടായില്ല, പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെടാ? എന്റെ അളിയനല്ലേ അവൻ. അത് പറഞ്ഞിട്ട് എന്തായാലും ഇവന്റെ കയ്യിലിരിപ്പോണ്ട് കിട്ടണല്ലേ? അത് കിട്ടും. അവന്റെ സ്വഭാവം അതാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. എടാ, അതിനിപ്പോ ഓടേണ്ട. നീ ആ ഫോണിൽ വിളിച്ചിട്ട് അവനോട് മാറി എന്നോളാൻ പറഞ്ഞാ പോരെ? അത് ശരിയാണ്. വെറുതെ അളിയൻ കിളിയെന്നൊക്കെ പറഞ്ഞ ഉള്ള പണികളല്ലേട്ടാ. ദിവസം ഇത് തന്നെ കൃഷിയാണ്. സ്വിച്ച് ഓഫ്. ഓഫാണ്. ഈ ബന്ധപ്പൻ എന്തിനാണ് ഫോണ്? അവന് വിധിച്ചതാണ്. ഇത് പണി നടക്കുന്നു. വേണ്ട. അതെ, പോയിട്ട് വാ ചെല്ലി. അത് പുള്ളി എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്താം. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കാം. ജമ്പറിന്റെ പണിക്ക് നീ തന്നെ വേണം. ഞാൻ വരാം. ആ സമയത്തിന് ഞാൻ എത്തും. ചെല്ലി. നീ ഒന്ന് മാനേജ് ചെയ്തോളാം. അത് വന്ന ഒന്നും പറയണ്ട. നമ്മൾ ഒരുമിച്ച് നീ പോയിട്ട് വേണം എന്നെ പണി പഠിപ്പിക്കും. പണി. എത്ര? 50 രൂപ. അപ്പൊ ഞാൻ ഈ നാട്ടുകാർ നല്ലെന്ന് പിടി കിട്ടി. ബാക്കി ഹലോ. കനക, എന്താ എവിടെ എത്തി? ഞാൻ ഇറക്കം ഇറങ്ങി വരുമ്പോ 2 കിലോ കെട്ടണം. അതിന്റെ തൊട്ട് തെക്കേ വീട്, ഓടിച്ച വീട്. വീടിന്റെ മുമ്പിൽ വന്നല്ലേ? അതിന്റെ ഫ്രണ്ട് ഇരിക്കുക. ഇത് 62-1 ശ്രീചിത്ര നഗർ. 62-1 അതിന്റെ ഫ്രണ്ടിലാ നിൽക്കുന്നത്. നീ ഇവിടെ ഇരിക്കുന്നു. നന്നായി. കട്ട് ചെയ്തോ. ഫോൺ കട്ട് ചെയ്തോ. എത്തി. ഞാൻ എത്തി. എത്ര കാലം അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണ്ടല്ലേ എന്നെ എന്തിന് ഇട്ട് കറക്കുന്നേ? ചുമ്മാ നീ എന്നെ ഒരുപാട് കറക്കിയതല്ലേ? അല്ല വന്നേ പറയട്ടെ. പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സത്യം പറയാൻ എപ്പോഴും ഓർക്കും നിന്നെ. എന്താ എങ്ങനെയുണ്ട്? ഗൾഫിൽ എങ്ങനെയുണ്ട്? ഗൾഫിലൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു. അതെല്ലേ? നല്ല മണം. അതെ, അവിടുത്തെ പെർഫ്യൂമാ. എനിക്ക് എന്തിനാ ഇട്ട് കറങ്ങുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അകത്തിൽ സംസാരിക്കാം. അല്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. അത് വേണ്ട. അല്ല, ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ. അല്ല, ഓടിട്ട വീടല്ലേ, ഇതിനകത്ത് ഭയങ്കര തണുപ്പല്ലേ? അല്ല, ഞാനിപ്പോ അവിടെ AC-ലാ ഫുൾ ടൈം. നീ വന്നിട്ട് പുറത്ത് വന്നാ എങ്ങനെയാ? അതോട്ട് വാ. നിനക്കെന്താ ഒരു വെപ്രാളം? എന്ത് വെപ്രാളം? ഒന്നുമില്ലെന്ന്.
അതെ, ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോന്നിട്ടേ അവിടെ ഒരുപാട് ജോലികൾ കിടക്കുകയാണ്. ആണോ? അതിന്റെ ഒരു ഇതാണ്. ഇത് സ്വന്തം വീടല്ലേ? ഓ, സ്വന്തം വീട്. പഴയത്? ആ, ശരി. അപ്പൊ പഠിക്കുന്ന സമയത്ത് നീ ഇവിടെ വന്നിട്ടുണ്ടല്ലോ? ഞാൻ വന്നിട്ടില്ല. ഇല്ലേ? ഇല്ല, വീട്ടിൽ വന്നിട്ടില്ല. ആ, അത് ശരി. എന്നിട്ട് പറ എന്തൊക്കെയുണ്ട് ഗൾഫിലെ വിശേഷം? ഓ, എന്താ ചെയ്യാനാ, അവിടെയൊക്കെ ഇങ്ങനെ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയുന്നു. എന്ത് ബിസിനസ്? എനിക്ക് ഹോട്ടലാ അവിടെ. ഹോട്ടലാണോ? പിന്നെ എന്ത് കിട്ടും? സ്വന്തമായിട്ട് എന്ത് കിട്ടും? അതൊരു ദിവസമൊക്കെ 1000 ഒക്കെ കിട്ടും. 1000 രൂപയോ? അയ്യോ, ഇവിടെ തേപ്പ് പണിക്ക് പോയാൽ കിട്ടുമല്ലോ 1000 രൂപ. എന്നാ പിന്നെ ആ പണിക്ക് പോയാൽ പോരെ? ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഗൾഫ് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു? 1000 ദിർഹംസ്. ദിർഹംസ് എത്ര രൂപ വരും? എന്ന് വെച്ചാൽ 18000 ഇന്ത്യൻ രൂപ. 18000 രൂപയോ? ചിലപ്പോ അതിലും കൂടുതൽ കിട്ടും. 25 കിട്ടും, 30 കിട്ടും ഒരു ദിവസം. ആണോ? പിന്നെ ഒരു ദിവസം 25000 രൂപ കിട്ടും? ഓ, അപ്പൊ ഒരു മാസം സംഖ്യ കാണുമല്ലോ. ഞാനിവിടെ രാവും പകരം ഈ പോസ്റ്റിന്റെ പോലെ കയറി ഇറങ്ങിയ എനിക്ക് കിട്ടാൻ പോണ 27000 സംതിങ് ആണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്ത് രാജിവെച്ചിട്ട് അങ്ങ് വാ, ഗൾഫിന് വാ. ഓ, ഞാൻ നിനക്ക് ജോലി തരാം. ആ, ഒന്നും ശരിയാവില്ലെന്നേ. പിന്നെ നിനക്ക് ഞാൻ ജോലി തരാമെന്ന്. എന്ത് ജോലി തരും? ഹോട്ടലിൽ ജോലി തരും. എന്ത് ജോലി? പാത്രം കഴുകല്. എന്താ ചിരിക്കുന്നത്? നമുക്കതൊന്നും ശരിയാവില്ലപ്പാ. ഞാനിവിടെ ഭാര്യ അമ്മയൊക്കെ വിട്ടിട്ട് ഗൾഫിലേക്ക് വരണ്ടേ? അയ്യോ, പറഞ്ഞപ്പോഴാ നിന്റെ ഭാര്യയും പിള്ളേരൊക്കെ വിളി. എല്ലാവരും ഉണ്ട്. ജമന്തി, ജമന്തി. പിള്ളേരോ? പിള്ളേരൊന്നും ആയില്ല, കുട്ടികളായില്ല. അമ്മയുണ്ടോ? അമ്മയുണ്ട്. അച്ഛനോ? അച്ഛന്റെ പടവായി. പടവായി. പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിലായിരുന്നു, ഹവിൽദാർ. ആ, അത് ശരി. ആ, നിന്റെ അതേ ചായ. ആ, പിന്നെ അയ്യോ, പറഞ്ഞു വന്നപ്പോൾ നിന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നല്ലോ, നമ്മുടെ ജൂനിയറായിട്ട് അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കറുത്തത്. അവള് കല്യാണം കഴിഞ്ഞ് പോയല്ലോ. ആണോ? കല്യാണം കഴിഞ്ഞ് പോയി? ആണോ? അത്രയ്ക്ക് പ്രായമായോ? നമുക്ക് എന്ത് പ്രായമായി? ശരി, അന്ന് നമ്മളായിട്ട് 1-2 വയസ്സിന് എളുപ്പമല്ലോ. പിന്നെ ആരായിരുന്നു? പിന്നെ നമ്മുടെ പപ്പടം ഷാജി. അയ്യോ, പപ്പടമൊന്നും ഇപ്പൊ അറിയാൻ പറ്റില്ല. ഭയങ്കര മുതലാളിയാ പപ്പടത്തിന്റെ ബിസിനസ്. ഓ, പപ്പടം ഷാജി. പപ്പടത്തിന്റെ അല്ല, അവൻ പിന്നെ ഫർണിച്ചർ. ആ, പപ്പടത്തിന്റെ അത് വീട്ടിലുള്ള പാരമ്പര്യ ഇതല്ലേ, അതൊക്കെ വിട്ട്. പിന്നെ ഒരു ക്ലീറ്റസ് ഉണ്ടായിരുന്നു. ക്ലീറ്റസോ? നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ക്ലീറ്റസ്. നിന്റെ അടുത്ത കൂട്ടുകാരൻ ക്ലീറ്റസ്. ക്ലീറ്റസോ? അത് ക്ലീറ്റസ് അല്ല, അത് ടൈറ്റസാ. ടൈറ്റസ് ഒന്നുമല്ല, ക്ലീറ്റസ്. നിനക്കറിയാം? ക്ലീറ്റസ് അല്ല, അത് ടൈറ്റസ് ആണ്. ടൈറ്റസ്. ക്ലീറ്റസ് നീ മറന്നുപോയി കാണും, പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. എവിടെ എന്റെ കൈ നോക്കി, 12 കുത്തിക്കെട്ടാ. കോമ്പസിന് കുത്തി വലിച്ചതാ. അത് നിനക്ക് അറിയാവുന്നതാണല്ലോ. അതൊക്കെ മറന്നു കളാന്നേ. അവനെവിടാ? അല്ല, നിനക്ക് സത്യഭാമനെ ഓർമ്മയില്ലേ? സത്യഭാമ വെളുത്ത അവളെ കാണാറുണ്ട്. അവളെ കാണാറുണ്ട്. അവളെ ഇടയ്ക്ക് കാണാറുണ്ട്, വിളിക്കാറുണ്ട്. ആണോ? ഓ, അന്ന് എനിക്ക് അവള് 3-4 ലവ് ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് മാത്രമല്ല, വേറെ കുറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവളിപ്പോ എവിടെ? കല്യാണം കഴിഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് അവള് ബില്ലടയ്ക്കാൻ, കറണ്ടിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടിട്ട് അവിടെ KSBയിൽ വരും. അപ്പൊ കുറച്ചേരൊക്കെ ഇത് സംസാരിക്കും. നിന്നെ ചോദിച്ചതുണ്ട് പ്രാവശ്യം. വിളിക്കൂ. പോകാൻ നേരം മൊബൈൽ നമ്പർ. ഓ, നമ്പരൊക്കെ തരാം. ക്ലീറ്റസിന്റെ കാര്യം നീ ഒന്നും പറഞ്ഞില്ല. നീ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ക്ലീറ്റസ്, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ക്ലീറ്റസ്, അലവലാതി ക്ലീറ്റസ്. ഓ, ആ ക്ലീറ്റസ് ചത്തുപോയി. അവൻ ചത്തുപോയി. ഏത് ക്ലീറ്റസ്? നീ പറയുന്ന ക്ലീറ്റസ്. അല്ല, നീ ഏത് ക്ലീറ്റസിന്റെ കാര്യമാണ് പറയുന്നത്? നീ പറയുന്ന ക്ലീറ്റസ് തന്നെ. അവൻ ചത്തുപോയി. അവൻ ചത്തുപോയല്ലേ? എങ്ങനെ ചത്തുപോയി? അവൻ മറ്റേ പ്ലാവിന്റെ മുകളിൽ കയറിയതാ. എന്നിട്ട് തേങ്ങടാൻ വേണ്ടി കയറി. അല്ലെന്ന്, ഈ പ്ലാവിന്റെ മുകളിൽ കയറി ചക്കടാൻ വേണ്ടി കയറി. അങ്ങനെ ഇവൻ ആദ്യം വീണു, ചക്കവന്റെ തലയിൽ വീണു. ആ, പിന്നെ ഞാനും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നെ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടാ അറിഞ്ഞത്. ആ, തേങ്ങല്ല, ചക്ക വീണ്ട ആള് ചത്തുപോയെന്ന് പറഞ്ഞത്. എനിക്കവനെ കാണണമെന്നുണ്ടായിരുന്നു. അവനെ ഈ അവധിക്കെങ്കിലും കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവനെ എനിക്കൊന്ന് കാണണമായിരുന്നു, പക്ഷെ ചത്തുപോയല്ലോ. അതെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാവായിരുന്നല്ലേ ആള്? ഈ പാവമാണെന്നോ? 12 കുത്തിക്കെട്ടായത്. അതൊക്കെ മറക്കുന്നേ ചുമ്മാ. അങ്ങനൊന്നും മറക്കാൻ പറ്റത്തില്ല. അങ്ങനൊന്നും മറക്കാൻ പറ്റത്തില്ല. അവൻ ചത്തവനാണെങ്കിലും എനിക്ക് അവനോട് ഇപ്പോഴും ദേഷ്യ. നമുക്കൊരു കാര്യം ചെയ്യാം. ജമന്തി, ജമന്തി, എത്ര പ്രാവശ്യം വിളിക്കണം? വാ അങ്ങോട്ട്. എനിക്ക് അവിടെ പണിയില്ലേ? ഇതാണ് ഭാര്യ. ഇതാ അഭയൻ.
എന്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്ന്. എന്റെ അടുത്ത കൂട്ടുകാരായിരുന്നു, ഇപ്പൊ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അമ്മയുടെ ആയിരിക്കും പറഞ്ഞേ. അല്ലല്ല, നിന്നോട് തന്നെയാണ്. ചുമ്മാ പോടുന്നു. ആണോ? ഒന്നും ഓർമ്മയില്ലാതെ പറഞ്ഞ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മറന്നുപോയതായിരിക്കും. ഒന്നിച്ച് പഠിച്ചതാണോ? ഒരേ ക്ലാസ്സിലായിരുന്നു ഞങ്ങള്. അപ്പൊ ഏട്ടന് ഇത്ര പ്രായമുള്ളൂ? അവൻ ഗൾഫിലാ, ഞാൻ ബോസിന്റെ പണ്ടാലും ആ വ്യത്യാസം കാണും. അത് പിന്നെ ഞാൻ അവിടെ എപ്പോഴും എസിയില്ലല്ലയോ. എന്തൊരു വ്യത്യാസം. എവിടാ വീട്? ഞാൻ തിരുവിഴ. തിരുവിഴ പോസ്റ്റ് ഓഫീസിന്റെ അതുവരെ എത്തണ്ട, അതിന് കുറച്ച് ഇപ്പറോ വരുന്നില്ലേ? അവിടേക്ക് അറിയാവോ? പിന്നെ എനിക്കറിയാം അവിടെ എല്ലാം. നാട്ടിലെന്ന് വന്നു? ഇപ്പൊ ഒരാഴ്ചയായി വന്നിട്ട്. ഇനി എന്ന് പോവും? അല്ല, അത് ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. എന്ന് വന്നു, ഇനി എപ്പ പോവും, അങ്ങനെയൊക്കെ ചോദിക്കുക. 1 മാസം ലീവ് ഉണ്ട്. 1 മാസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതേ ഉള്ളു. അവര് ഭയങ്കര തിരക്കുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും വേണം. അയ്യോ, എനിക്കൊരു തിരക്കുമില്ല, ഇന്ന് ഫ്രീയാ. എന്നാലും കഴിക്കാൻ വേണം. വാ. വാ.